ഏട്ടാ പെന്നോയില് വേണ്ടേ? ഒന്ന് വാങ്ങൂ. ഇതൊക്കെ വേണ്ടേ? തടിക്കടിക്കൊക്കെ വേണ്ടേ? ഒന്ന് വാങ്ങൂ ചേട്ടോ. വേണ്ടേ? വേണമെങ്കിൽ പറയണം കേട്ടോ. ഉണ്ടേ പെന്നോയില്. എടാ നീ സൈറ്റിലില്ലേ? ഇന്ന് എത്ര പണിക്കാരുണ്ട്? പെന്നോയില് വേണ്ടേ? ഇല്ല, ഞാൻ വരാം. ചേട്ടാ പെന്നോയില് വേണ്ടേ? ഒന്ന് പോടെ. ഒന്ന് വാങ്ങൂ ചേട്ടാ. ഒരു 30 രൂപ ഉള്ളൂ. എടാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേട്ടൻ ദേഷ്യപ്പില്ല ചേട്ടാ. രാവിലെ ഇറങ്ങിയതാവും, ഒന്നും കച്ചവടമായിട്ടില്ല. എന്നെ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്നെ കണ്ടാട്ടോ? എടാ നീ ഈ ഒഴിഞ്ഞ ഏരി നോക്കി വെക്കാൻ വന്നില്ലേ രാത്രി കയറി കേൾക്കാൻ വേണ്ടിട്ട്? അയ്യോ ചേട്ടൻ എന്തൊക്കെയാ പറയണത്? ഞാൻ കച്ചവടമായിട്ട് വരുന്നല്ലേ. പിന്നെന്താ പറയണ്ട? ചേട്ടൻ ഒന്ന് വാങ്ങി ചേട്ടാ. തന്നെ കണ്ടാലറിയാം ആണും പെണ്ണും കെട്ട വൃത്തി കെട്ടങ്ങൾ ഓരോന്ന് ഇറങ്ങിക്കോളും. ചേട്ടാ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. അതൊന്നും പറഞ്ഞാ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ഇഷ്ടമല്ല. പോടാ അവിടുന്ന് വൃത്തി കെട്ടത്. ചേച്ചി പെന്നായി വേണ്ടേ? 30 രൂപ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വാങ്ങണം. എടാ നീ ഒന്ന് ഇങ്ങോട്ട് വേഗം വാ. ഞാൻ സൈറ്റിലുണ്ട്. ഞാൻ സൈറ്റിലുണ്ട് കേട്ടോ. പെട്ടെന്ന് വരാൻ നോക്ക്. ഓക്കെ. അതെ. ഇന്നൊരു 10-15 പേരുണ്ടെന്ന് തോന്നുന്നു. സാറേ ഞാൻ അന്ന് അവിടുന്ന് കണ്ടില്ലേ? അതെ, ഞാൻ അന്നേ പറഞ്ഞാണല്ലോ എനിക്ക് ഇതൊന്നും വേണ്ടെന്ന്. ഞാൻ പെനാലി തരാൻ വന്നതല്ല. പിന്നെ? അതെ ഞാനേ ഈ തരാന്ന് വന്നതാ. അയ്യോ, ഇത് എന്റെ പൈസ ആണല്ലോ. ഇത് നീ മോഷ്ടിച്ചല്ലേ? സാർ ഞാൻ കട്ടെടുത്തതല്ല. പിന്നെ സാറന്ന് പോയപ്പോ അവളെ താഴെ എനിക്ക് കിട്ടിയതാണ്. അതൊന്നല്ല, നീ ഇത് മോഷ്ടിച്ചാ? സാർ ഞാൻ മോഷ്ടിച്ചതാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നല്ലോ സാർ. സാറിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കിയാ സാർ. ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട് നിനക്കറിയോ? ആധാർ കാർഡ്, പാൻ കാർഡ്, കാശ് എല്ലാം റെഡിയാണ്. ഓക്കെ, സോറി. എന്ത് സോറി സാറേ? നിങ്ങൾ ഞങ്ങളെ കുറേ ദൈവം തന്നെയല്ലേ പഠിച്ചത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയി. ഞങ്ങൾ തെറ്റാണോ സാറേ? അല്ലെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെപ്പോഴും ഒരു പരിഹാസപാത്രങ്ങളല്ലേ? ശരി സാറേ, ഞങ്ങൾ വിറ്റെടുക്കണതേ വേറെ ആരും എന്നെ ജോലിക്ക് വിളിക്കാത്തോണ്ടാ. എല്ലാവർക്കും ഞങ്ങൾ ഉച്ചാണ് സാറേ. ഉണ്ട് സാറേ. പിന്നെ നിനക്ക് ഞാനൊരു ജോലി തന്നെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ജോലി? എന്ത് ജോലി സാർ? നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? ഓ, എല്ലാ ഫുഡും ഉണ്ടാക്കുമോ? എല്ലാം ഉണ്ടാക്കും സാർ. എന്നൊരു കാര്യം ചെയ്യും, ഇവിടെ ഒരു 10-15 പേർക്ക് ദിവസം ഫുഡ് ഉണ്ടാക്കും. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് നിനക്ക് വേറെ ജോലിയാണ്. ഓക്കെ അല്ലേ സാറേ? തീർച്ചയായിട്ടും. നന്ദിയുണ്ട് സാറേ. ശരി സാർ, ഞാൻ നാളെ മുതൽ വന്നോട്ടോ.